സാധാരണ PSC ചെയർമാൻ അഭിമുഖത്തിൽ പങ്കെടുക്കുന്ന കീഴ്വഴക്കമില്ല. ആ കീഴ്വഴക്കങ്ങളൊക്കെ കാറ്റിൽ പറത്തി വേണ്ടപ്പെട്ടവരെ PSCയിൽ നിയമിക്കാൻ വേണ്ടി ഇത്തരത്തിൽ നീക്കം PSC ചെയർമാൻ തന്നെ നടത്തിയെന്നതാണ് പ്രധാന ആരോപണമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെ SITയുടെ ഇനി തുടരന്വേഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്ലാനിംഗ് ബോർഡ് ചീഫ് തസ്തികയിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ആദ്യ FIR എങ്കിൽ ഇനി കൂടുതൽ FIR കൂടുതൽ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകാതെ തന്നെ ഇനി തുടർ നടപടികളിലേക്ക് SIT കടക്കും. അതിൽ ശ്രദ്ധേയമാവുക PSC ചെയർമാനെ ചോദ്യം ചെയ്യുന്നതാണ്. കാരണം PSCയുടെ ചരിത്രത്തിൽ കളങ്കം ചാർത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു PSC പരീക്ഷാ ക്രമക്കേട്. ഒരുപക്ഷെ ഇതുപോലെയുള്ള ഒരു ആരോപണം ഇതുവരെ PSCക്കെതിരെ ഉയർന്നില്ല. കാരണം ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണമല്ല, ഒന്നിൽ കൂടുതൽ പരീക്ഷാ ക്രമക്കേട്. അത് SIT അന്വേഷണം തുടങ്ങിയപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് 40-ലേറെ പരാതികളാണ് വിവിധ പരീക്ഷകളുമായി ബന്ധപ്പെട്ട വിവിധ PSC അഭിമുഖങ്ങളുമായി ബന്ധപ്പെട്ട SITക്ക് ലഭിച്ചത്. അത് വെറും വെള്ളക്കടലാസിലുള്ള പരാതികൾ മാത്രമായിരുന്നില്ല വിനീത. പരാതികൾക്കൊപ്പം പല പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തെളിവുകളും കൈമാറിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തെളിവുകൾ പരിശോധിച്ച പരീക്ഷാ കൺട്രോളുടെ ചുമതലയുള്ള അവിടെ ഓഫീസിലെത്തി അവിടെയുള്ള കമ്പ്യൂട്ടറുകൾ പരിശോധിച്ച അവിടെ പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിച്ച സോഫ്റ്റ്വെയറുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് SIT എല്ലാം പരിശോധിച്ച് നിയമോപദേശം കൂടി തേടിയതിനു ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന. വൈകാതെ മറ്റു നടപടികളിലേക്ക് കടക്കും. ഇനി ഏതൊക്കെ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വൈകാതെ വ്യക്തമാകും. അഭിമുഖത്തിൽ കൂടി തട്ടിപ്പ് അട്ടിമറി നടന്നോ എന്നതുകൂടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊക്കെ ദുരൂഹമായ ഇടപെടലുകൾ നടന്നു. PSCയുമായി ബന്ധപ്പെട്ട് PSC ബോർഡിലെ ഒരു അംഗം തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയതടക്കം കേരളം ചർച്ച ചെയ്തതാണ്. ഒരുപക്ഷെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷയാണ്, ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയാണ് PSC. അങ്ങനെ പാവപ്പെട്ടവരുടെ പ്രതീക്ഷയായ PSCയുടെ വിശ്വാസത്തെ തകർത്തത് ആരാണ് എന്ന ചോദ്യത്തിനാണ് ഇനി SIT ഉത്തരം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് SITയുടെ അന്വേഷണം കേരളത്തിലെ യുവാക്കളാകെ കേരള സമൂഹമാകെ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ. കാരണം PSCയുടെ നഷ്ടമായ ആ വിശ്വാസത അത് വീണ്ടെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം യുവജനങ്ങളുടെ തൊഴിലില്ലാത്തവരുടെയൊക്കെ ഏക പ്രതീക്ഷയും അത്താണിയുമായ PSCയിൽ വലിയ അട്ടിമറി പരീക്ഷയിൽ നടന്നു എന്നത് ഞെട്ടിക്കുന്നതും ഒരുപക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ദിവസങ്ങളോളം ഊണും ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്ന ഒട്ടേറെ പേരുടെ പ്രതീക്ഷയിലാണ് അവിടെ കളങ്കം ചാർത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഗൗരവത്തോടെയുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തത്. അങ്ങനെയാണ് SIT IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയും ഈ ചുരുങ്ങിയ ദിവസത്തിനകം പ്രാഥമികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതാണ് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം SIT യോഗം ചേർന്ന് ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന് കേസെടുക്കാനുള്ള ശുപാർശ കൈമാറിയിരുന്നു. പ്ലാനിംഗ് ബോർഡിലെ 3 വിഭാഗങ്ങളുടെ ചീഫ് നിയമനത്തിൽ വൻ തട്ടിപ്പ് നടന്നു എന്നതാണ് കണ്ടെത്തൽ. മുഴുവൻ ഉത്തരങ്ങളും മൂല്യനിർണ്ണയം നടത്താതെയാണ് ഉയർന്ന തസ്തികയ്ക്ക് PSC റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഉത്തരക്കടലാസ് പുനർമൂല്യനിർണ്ണയം നടത്തി റാങ്ക് പട്ടിക പരിഷ്കരിക്കുന്നതിൽ നടപടിയെടുത്തിരുന്നതിന്റെ തെളിവുകൾ SITക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഭരണഘടനാ സ്ഥാപനമായ PSCക്കെതിരെ കേസെടുക്കുന്നതിലെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിലേക്ക് എത്തിയത്. റോഷിപാൽ, ഇതിൽ നിയമനം ലഭിച്ചവർക്ക് ഇടതു നേതാക്കളുമായി ബന്ധമുണ്ട് എന്നതുവരെ കണ്ടെത്തിയിരുന്നു. ഇതിൽ ഏറ്റവും കുരുക്കാകുന്നത് PSC ചെയർമാൻ തന്നെയാണ്. അസാധാരണമായി ഇത്തരത്തിൽ നിയമന നടപടികളിലൊക്കെ ഇടപെടുന്നു എന്നതുകൂടിയാണ് കണ്ടെത്തുന്നത്, അല്ലേ റോഷിപാൽ? ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യം സാധാരണ PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ PSC ചെയർമാൻ പങ്കെടുക്കുന്നത് പതിവല്ല. പക്ഷേ ഈ പതിവുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് രണ്ട് PSC ചെയർമാൻ, നിലവിലുള്ള PSC ചെയർമാൻ MR ബൈജുവും അതിന് തൊട്ടുമുമ്പുള്ള PSC ചെയർമാനുമൊക്കെ അഭിമുഖത്തിൽ പങ്കെടുത്തു എന്നതാണ് പ്രധാനം. ഇവർ പങ്കെടുക്കുന്ന അഭിമുഖത്തിൽ ഇവർക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാർക്കുകൾ വാരിക്കോരി നൽകിയെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. ഉദ്യോഗാർത്ഥികൾ ഇത് സംബന്ധിച്ച് പരാതി നൽകുമ്പോൾ അവർ റാങ്ക് പട്ടികയുടെ പകർപ്പ് ആവശ്യപ്പെടുമ്പോൾ PSCയുടെ അവരുടെ ഉത്തരക്കടലാസിന്റെ പകർപ്പ് ആവശ്യപ്പെടുമ്പോൾ അത് നൽകാതിരിക്കുക. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയാണ് പലരും ഉത്തരക്കടലാസിന്റെ പകർപ്പെടുക്കുന്നത്. അങ്ങനെ പകർപ്പ് ലഭിച്ചത് അത് പരിശോധിക്കുമ്പോഴാണ് ഇതിൽ കൃത്യമായ ഒരു മൂല്യനിർണ്ണയം നടന്നിട്ടില്ല എന്ന കണ്ടെത്തലുണ്ടാകുന്നത്. ഒരുപക്ഷെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ഏറ്റവും ഗൗരവമുള്ള പരീക്ഷകളുണ്ട്. PSC പലതരത്തിലാണ് പരീക്ഷകളെ അവർ നിശ്ചയിച്ചിരിക്കുന്നത്. ചില പരീക്ഷകൾ അതീവ ഗൗരവമുള്ള പരീക്ഷയാണ്. അങ്ങനെ അതീവ ഗൗരവമുള്ള അതീവ പ്രധാനമുള്ള ഒരു പരീക്ഷയാണ് ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തിക.
അങ്ങനെ ആസൂത്രണ ബോർഡിലെ വിവിധ ചീഫ് തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയിലെ ക്രമക്കേട് ഏറ്റവും ഞെട്ടിക്കുന്നതാണ്. അതേപോലെയാണ് KS പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം. അവിടെയും അഭിമുഖത്തിൽ മാർക്കുകൾ വാരിക്കോരി കൊടുത്തിരിക്കുന്നു എന്നാണ് പ്രധാന പരാതി. അങ്ങനെ ഓരോ പരീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ശമ്പളമുള്ള പരീക്ഷകളിലാണ് ഇത്തരം ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള SITയുടെ നീക്കം അതീവ പ്രധാനമാണ്. തുടർ നീക്കങ്ങൾ വരെ പ്രധാനമാണ്. ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് R റോഷിപാലാണ്. ഏതായാലും ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട പരീക്ഷാ ക്രമക്കേടിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് SIT എന്നതാണ്. ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ആരുടെയും പേര് ഈ ഘട്ടത്തിൽ FIRൽ ഇല്ല. തുടർ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കും. ആ നീക്കങ്ങൾ വളരെ പ്രധാനമാണ്. മാത്രമല്ല പിന്നാക്ക വികസന കോർപ്പറേഷൻ പ്രൊജക്ട് അസിസ്റ്റന്റ് നിയമനത്തിലെ ക്രമക്കേടുകളെ കുറിച്ചുള്ള രേഖകൾ PSCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലും കേസെടുത്തേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. ഏതായാലും PSC പരീക്ഷാ ക്രമക്കേടിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു ക്രൈംബ്രാഞ്ച് എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. PSC ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. R റോഷിപാൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി എത്തണം.